നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിമിനെതിരായി. ഇത് വളരെ ബോധപൂർവമാണ്. ഈ ആശയം ലോകാടിസ്ഥാനത്തിലുള്ളൊരാശയമാണ്. ഇവിടെ മാത്രമല്ല, നാഗരികതകളുടെ സംഘടനം എന്ന കാഴ്ചപ്പാടോടുകൂടി മുസ്ലിമുകൾക്കെതിരായി, മുസ്ലിം രാജ്യങ്ങൾക്കെതിരായി ലോകമാകെയുള്ള ഐക്യമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പല ആളുകളും ഇറങ്ങി തിരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ പലരും കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ പല നീക്കങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ആഗോള അജണ്ടയാണ്. ആ അജണ്ടയിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കൂട്ടത്തിലാണ് നരേന്ദ്രമോദി. അറബുകാരൻ എന്നൊരു വാക്ക് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അറബുകാർ ആരാണ്? RSS അല്ലേ? BJP അല്ലേ? ഇപ്പൊ കേരളത്തിൽ നിന്നൊരു MP വന്നിട്ടുണ്ടല്ലോ, സദാനന്ദൻ. അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത് എന്ന തരത്തിലാണല്ലോ ചില ആളുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തലശ്ശേരി വർഗീയ കലാപത്തോടെയല്ലേ RSSന്റെ കേരളത്തിലെ അറബുകാരന്റെ രാഷ്ട്രീയം വന്നത്? ആ അറബുകാരന്റെ രാഷ്ട്രീയം കേരളത്തിനകത്ത് എത്ര വിദ്രോഹകരമായി, വിനാശകരമായി ആളുകളെ കൊല്ലുന്ന രാഷ്ട്രീയമായി മാറി. ഞങ്ങളതിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ പരിക്കേറ്റിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങൾ അക്രമകാരികളാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഖാക്കൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറ്റബോധമുള്ളവരല്ല. ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ കുറെ സഖാക്കളെ ശിക്ഷിച്ചാൽ അതോടുകൂടി ഞങ്ങൾ കുറ്റവാളികളും സദാനന്ദന്റെ പാർട്ടിയും RSSും BJPയും എല്ലാം വിശുദ്ധന്മാരുമാകില്ല. കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ചോരയൊഴുക്കിയ വർഗീയ രാഷ്ട്രീയമാണ്, അറബുകാരന്റെ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കുന്നത്, BJP നടപ്പാക്കുന്നത്, RSSുകാർ നടപ്പാക്കുന്നത്. രണ്ട് കേസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു NIA കോടതിയിലെ ജഡ്ജി, ആ ജഡ്ജി BJP ചേർന്നിരിക്കുകയാണ്. കോടതിയിലെ ജഡ്ജി BJP ചേരുകയാണ്. എന്തിനാ BJP ചേർന്നത്? അസീമാനന്ദ എന്ന് പറയുന്ന ഒരു RSSകാരനെ NIAയുടെ കോടതി വെറുതെ വിട്ടു. വെറുതെ വിട്ടയാള് BJP ചേരുകയാണ്. അയാൾക്ക് നാളെ ഗവർണർ പദവി കൊടുക്കും. എന്തിനാണ് അസീമാനന്ദയുടെ കുറ്റം? എന്താണ്? മലേഗാവ് ബോംബ് സ്ഫോടനത്തിൽ ബോംബ് വെച്ചു, മക്ക മസ്ജിദിൽ ബോംബ് വെച്ചു, അതുപോലെ പല ദർഗകളിലും ബോംബ് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ചെന്ന് കയറുന്നപ്പോൾ അതിന്റെ ഭാഗമായി അതിന്റെ കേസ് നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ രാജിവെച്ച ധൻഗർ വൈസ് പ്രസിഡന്റ് ആയത്. BJPക്കാർ ചെന്നുപെട്ട മുസ്ലിങ്ങൾ ബോംബ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ ബോംബാണ് എന്ന് പ്രചരണം നടത്താൻ വെച്ചിട്ടുള്ള ബോംബിന്റെ കേസുകൾ നടത്തിക്കൊടുത്തതിനാണ് ദീപക് ധൻഗർ എന്ന് പറയുന്ന ആള് വൈസ് പ്രസിഡന്റ് വരെ ആയത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിക്കണം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അറബുകാരനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ അറബുകാർ ഈ രാജ്യത്ത് രാഷ്ട്രീയം കളിക്കുന്നത് മോദിയാണ്. ശരി, പക്ഷേ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഹമാസിനെ കുറിച്ച്. ഞങ്ങൾ ഹമാസിന്റെ ഭക്തന്മാരല്ല. ഒരു വാക്കൂടെ, ഞങ്ങൾ ഹമാസിന്റെ ഭക്തന്മാരല്ല. പക്ഷെ ഹമാസ് ഗാസയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ്. അവര് കടന്നാക്രമണം നടത്തി, അവരെ ആക്രമിച്ചു, അത് വേറെ കാര്യം. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മോദി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. മോദി മതരാഷ്ട്രീയം കളിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന പോലെ ഹമാസും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടു കൂട്ടരും ഒരേ രീതിയിലാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെതിരെ സഭാവിശ്വാസികൾ തെരുവിൽ ഇറങ്ങണ്ട. ഇറങ്ങിയാൽ നിങ്ങളെ ഇങ്ങനെയായിരിക്കും കണക്ക് കൂട്ടുന്നത്. നിങ്ങളിലേക്ക് ഈ പറയുന്ന മതരാഷ്ട്രവാദികൾ കടന്നുകൂടിയിരിക്കുന്നു, അത് ജാഗ്രത പാലിക്കേണ്ടതാണ്. എന്നിട്ടൊരു കാര്യം കൂടി, താടിക്ക് തട്ടിയവരെ, അത്രയെങ്കിലും ഷോൺ സമ്മതിക്കുന്നുണ്ട് BJP താടിക്കെങ്കിലും തട്ടിയെന്ന്. താടിക്ക് തട്ടിയവരെ പേടിച്ച് അറബുകാരൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാകുമെന്ന്. എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തൽ, ഇതിനപ്പുറം എന്താണ് ഇനി വേണ്ടത്?